എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. സൂപ്പർ. നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്. ഓ വാട്ട് ആ മൂവി, ശങ്കർ ഈസ് ബാക്ക് മാൻ. എന്തിനാണെങ്കിലും അണ്ണാ പണി വെച്ചേക്കണത് സൂപ്പർ കേട്ടോ, അടിപൊളി. ഇനി അയാൾക്ക് നിയമമില്ല, കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാതെ. എനിക്ക് ദേഷ്യമാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞ പുളിച്ച തെറി വിളിക്കാനാണ് തോന്നുന്നത്. പക്ഷെ എന്തോന്നാണിത്? സത്യം പറയുള്ളൂ. ഒരു വട്ടി കൂടി എന്ത് കോപ്പാണ് എടുത്ത് വെച്ചേക്കണത്. വധം എന്നൊക്കെ പറഞ്ഞ അൾട്ടിമേറ്റ് വധം. ഇവിടെ ഇന്ത്യൻ വരുന്നു. ഇന്ത്യൻ ആരടേ? സൂപ്പർ ഹീറോയാ ഈ സിനിമയിൽ? ഞാൻ ഇന്ത്യനെ ഒന്നും കണ്ടൊന്നുമില്ല. കമൽഹാസൻ ഒരു അപ്പൂപ്പന്റെ വേഷം ഇട്ടുകൊണ്ട് യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ കണ്ടത്. എന്റെ അമ്മോ, സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ എന്തുവാണ് ഇതൊക്കെ? ഓ എന്റെ അമ്മോ. എന്നിട്ട് മർമാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുരുമർമ്മത്തി തൊട്ട ആ പാട്ട് പാടും, ഉരുമർമ്മത്തി തൊട്ട കുതിര. ഒരു മാറ്റം. ആർട്ട് വർക്കൊക്കെ എന്തോ ഒരു ഗോൾഡൻ കക്കൂസും ഗോൾഡൻ റൂമും. അയ്യോ അയ്യോ അയ്യോ, എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ. എന്തോന്നാണിത്? എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കയ്യിൽ നിന്ന് പോയി 6 പാക്ക്. അയ്യോ, എത്ര വർഷമായി ഇത് തന്നെ. എന്തിനായിരുന്നു ഈ സിനിമ എടുത്തത്? എന്നിടെ ആ മനുഷ്യൻ സൂപ്പർ ഹീറോ ആയത്? അല്ല, നിങ്ങളെ കുറെ കാശുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ലതും ചെയ്യടേ. നമ്മളെ സമയം കളയാതെ 3 മണിക്കൂർ അവിടെ ഇരുന്ന് വെറുക്കായിരുന്നു ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന്. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ. എനിക്ക് അതാണ് മനസ്സിലായത്. ഇതെന്താണ്, ഇത് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെയൊന്നും ചെയ്യരുതടേ. എന്തിനാണ് ഇങ്ങനെ? എന്താണ് നിങ്ങൾ ഇതിന്ന്? എനിക്ക് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.